ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ താരയെ തള്ളിയിടുമ്പോൾ താരയുടെ തല ചെന്നിടിക്കുകയും അവള് ബോധരഹിതയായി വീഴുകയും ചെയ്യുകയാണ്. പക്ഷേ ശാരി പേടിക്കുന്നുണ്ട്. ശാരി വിചാരിക്കുന്നത് താര മരണപ്പെട്ടു എന്നാണ്. മനോഹർ വന്ന് നോക്കിയിട്ടും പറയുന്നുണ്ട് മരണപ്പെട്ടു അമ്മേ, മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ മനോഹറിന് അറിയാം ശ്വാസമുണ്ട് എന്ന്. ഈ ഒരു അവസരം മുതലാക്കി ശാരിയിൽ നിന്നും കുറെ പണം തട്ടാനും ഭീഷണിപ്പെടുത്തിയൊക്കെ പണം തട്ടാനും അതുപോലെ തന്നെ പറ്റിയുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ ഇവരറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഭീഷണിപ്പെടുത്തി നിർത്താനൊക്കെ ഉള്ളൊരു ഒരു ഉപാധി ആയി കാണുകയാണ് മനോഹർ. അങ്ങനെ മനോഹർ താരയെ കൊണ്ട് കാറിന്റെ ഡിക്കിലിട്ട് പോകുമ്പോൾ പോലീസിന്റെ പിടിയിൽ നിന്നൊരു വിധത്തിൽ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരൻ മനോഹരനോടായിട്ട് പറയുന്നുണ്ട്, അതെ നീ ഇത് നിന്റെ അമ്മായിമ്മയാണ്, നീ ഇവര് ജീവിച്ചിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് ചോദിക്കുകയാണ്. വേണ്ട പക്ഷേ ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് ഇവരെ ഉപേക്ഷിക്കാൻ നമുക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് മറ്റാണ് ഉപേക്ഷിക്കുന്നത്. എല്ലാവരും കാണപ്പെടുന്ന രീതിയിലൊക്കെ തന്നെയാണ് താരയെ കൊണ്ട് കിടത്തുന്നത്. അതിനുശേഷമാണെങ്കിൽ ശാരിയുടെ വീട്ടിലേക്ക് പോലീസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പോലീസ് ശാരിയെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. പിന്നീട് വീടൊക്കെ പരിശോധിക്കുമ്പോൾ തെളിവൊന്നും കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ കിരൺ ആണെങ്കിലും അതുപോലെ സേനനൊക്കെ വളരെ ടെൻഷനിലാണ്. താര അവിടേക്ക് പോയതിനു ശേഷം തിരികെ വന്നിട്ടില്ല. പിന്നെ അവർ ഓണം ആഘോഷിക്കുന്ന കാഴ്ചയൊക്കെയാണ് കാണുന്നത്. അവർ തിരുവാതിര കളിക്കുകയും അങ്ങനെ നല്ലൊരു സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. പക്ഷേ കിരണും കല്യാണിയും രണ്ടിടത്താണ്. കല്യാണി ഡൽഹിയിലും കിരൺ തൻ്റെ വീട്ടിലും. അങ്ങനെ അവർ ഫോൺ വിളിച്ച് അവരുടെ സ്നേഹമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ഫോണിലൂടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശാരിയും അതുപോലെ തന്നെ നമ്മുടെ സരയും കൂടി ഒരു കടയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ അവിടേക്ക് കിരണും സേനനും ചെല്ലുന്നുണ്ട്. അങ്ങനെ നിൽക്കവിടെ, നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന താര ആൻറ്റി എന്ത് എന്നൊക്കെ വീണ്ടും അവരോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ കിരൺ. അപ്പോൾ ആ സമയത്ത് അവർ തർക്കിച്ച് നമ്മുടെ സരയുനൊന്നും അറിയില്ല. സരയു അവനോട് തർക്കിച്ച് അവിടെ നിന്നും പോരുകയാണ്. അതിനുശേഷം സേനൻ കിരണിനോട് പറയാണ്, അതെ നീ ശ്രദ്ധിച്ചായിരുന്നോ അവള് ഉടുത്തിരിക്കുന്ന ആ ഒരു സാരി ഉണ്ടല്ലോ, അതായത് നമ്മുടെ സര ഉടുത്തിരിക്കുന്ന സാരി അത് താര കൊണ്ടു കൊടുത്തതാണ്. ഞാനാണ് അവൾക്ക് പ്രസന്റ് ചെയ്തത്. അവൾ എടുത്തു കൊടുത്ത ഡ്രസ്സാണ് അവൾ ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡ്രസ്സ് ശാരി കൊടുത്തതാണ്, ശാരി വാങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയുവിന് കൊടുത്തതാണ്. അങ്ങനെയാണ് സരയു അത് ഉടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും താര അവിടെ ചെന്നിട്ടുണ്ട്, ഈ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സേനനും കിരണും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ശാരിയെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ശാരിയെ ഭീഷണിപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ് കിരൺ. എന്ത് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഈ മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളല്ല സരയുവിൻ്റെ അമ്മ എന്ന് ഞാൻ വെളിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. എന്തായാലും കിരണിനോട് സത്യം പറയുകയോ പറയില്ലേ എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.